students? നമുക്ക് ഇന്ന് സയൻസിന്റെ ചാപ്റ്റർ പഠിക്കാം കേട്ടോ. ചാപ്റ്റർ third chapter, air, weather and water. For page number 207 ആണ് air, weather and water. Okay, നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു പാഠമാണ്. വലിയ പാഠമൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞ് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നോക്കൂ, എയർ എസെൻഷ്യൽ ഫോർ ലിവിങ്. നമുക്കറിയാം, നമുക്ക് ജീവിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം, അതോടൊപ്പം തന്നെ എന്തും വേണം, വായുവും വേണം അല്ലെ. നമ്മൾ എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും അല്ല, അറിയാതെ തന്നെ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ശ്വസിക്കുന്നുണ്ടല്ലേ. നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുകയാണ്. നമ്മളിങ്ങനെ ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്ക് കുറെ നേരം മൂക്കും വായും കൂടെ ഒക്കെ ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടും അല്ലെ. അപ്പൊ നമുക്ക് ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റത്തേയില്ല അല്ലെ. അപ്പൊ ഇങ്ങനെ ശ്വസനം നടക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്തുണ്ടാവും, എയർ വേണം അല്ലെ. അപ്പൊ നോക്കിയേ, air is a mixture of several gases like oxygen, carbon dioxide, nitrogen and so on. It surrounds the earth's surface. It is essential for the survival of living things on earth. അല്ലേ, അതായത് air is a mixture of several gases like oxygen, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ആൻഡ് സോ ഓൺ അല്ലെ. നമ്മൾക്കറിയാം, നമ്മുടെ എയർ എന്ന് പറയുന്നത് ഇപ്പൊ ഓക്സിജൻ മാത്രമല്ല അല്ലെങ്കിൽ നൈട്രജൻ മാത്രമല്ല അല്ലെ. എന്താണ്, ഒന്നിൽ കൂടുതൽ ഗ്യാസസ് ചേർന്നാണ് ഒരു എയർ അല്ലെ. ഒരു എയർ എന്ന് പറഞ്ഞാൽ ഒരു വായുവിനകത്ത് ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് വാതകങ്ങൾ, ഗ്യാസസ് ചേർന്നാണ് ഒരു എയറിനകത്ത് കാണപ്പെടുന്നത്. It surrounds the earth surface. എന്താണ്, നമ്മുടെ ഭൂമിയുടെ സർഫസിൽ തന്നെ എന്തുണ്ട്, ഈ പറയുന്ന വായു ഉണ്ട്. It is essential for the survival of living things on earth. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത്, ഈ എയർ എന്ന് പറയുന്നത് അല്ലെ. ഏത് ജീവനുള്ള ജീവികൾക്കും, നമ്മൾ മനുഷ്യർക്കാണെങ്കിലും അല്ലെങ്കിൽ ജന്തുക്കൾക്കാണെങ്കിലും സസ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ എന്ത് വേണം, അവയുടെ ലൈഫിൽ അല്ലെ, അതായത് അവയുടെ ജീവൻ നിലനിർത്താനായിട്ട് അവർക്ക് വായു വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. Then അടുത്തത് composition of air. The air in our atmosphere is composed of molecules of different gases. The most common gases are, അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. അതായത് എന്താണ് പറയുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തിൽ എന്ന് പറയുന്നത് ഈ ഗ്യാസസിന്റെ ഒരുപാട് മോളിക്യൂൾസ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഒരുപാട് ഗ്യാസസിന്റെ മോളിക്യൂൾസ് എന്തുണ്ട് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? അവയ്ക്ക് ഓരോന്നിനും അളവുകളുണ്ട്. ഇത്ര പെർസെന്റേജോളം എന്തുണ്ടായിരിക്കും, ഈ നമ്മുടെ അന്തരീക്ഷത്തില് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറയുന്നത് 78% നമ്മളുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അല്ലെ. എന്താണ് നൈട്രജൻ? നൈട്രജൻ എത്രയാണ്? 78% നമ്മളുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലുണ്ട്. അടുത്തത് പറയുന്നത് ഓക്സിജൻ. ഓക്സിജൻ എത്രയാണ്? 21%. 21% ഓക്സിജൻ ആണ് നമ്മളുടെ അന്തരീക്ഷത്തിൽ ഉള്ളത്. പിന്നെ ആർഗൺ, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം 1%. പിന്നെ അത് കഴിഞ്ഞിട്ട് അതർ ഗ്യാസസ് ഏതൊക്കെയാണ്? സൾഫർ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഇവയെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? നൈട്രജൻ ആണ്. 78%. 78% നമ്മുടെ അന്തരീക്ഷത്തിലെ നൈട്രജൻ ആണ് ഉള്ളത്. ഓക്സിജൻ 21% കേട്ടോ. അപ്പൊ നൈട്രജന്റെ അളവ് നിങ്ങളൊന്ന് പഠിക്കണം. 78% എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തത്, air is essential for the existence of all living organisms that include all humans, animals and plants അല്ലെ. അതായത് നമ്മളുടെ ഒരു ജീവനുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു, ഏത് ജീവനുള്ള ജീവനുള്ളതിനാണെങ്കിൽ, അത് ഏത് ജീവജാലങ്ങൾക്ക്, അതിപ്പോ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലോ അനിമൽസ് ആണെങ്കിലോ ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്,
ചെടികൾക്കാണെങ്കിൽ പോലും എന്ത് വേണം? അവയുടെ ജീവൻ, അവരുടെ വളർച്ചയ്ക്ക് എന്താവശ്യമാണ്? വായു അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് അല്ലെ ആവശ്യം ആണ്. നോക്കിയേ, ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ഈസ് നീഡഡ് ഫോർ അല്ലെ. നമ്മൾക്കറിയാം ഓക്സിജൻ അതിന്റെ ആവശ്യം അല്ലെങ്കിൽ ഓക്സിജൻ കൊണ്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് റെസ്പിറേഷൻ അല്ലെ, നമ്മുടെ ശ്വസനം. നമുക്ക് ശ്വസിക്കാനായിട്ട് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒന്നെന്താണ്? ഓക്സിജൻ ആണ്. നമുക്കറിയാം നമ്മൾ ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ സ്വീകരിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ടാണ് നമ്മൾ ശ്വസനത്തിന് വിടാറുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്ന ഫസ്റ്റ് റെസ്പിറേഷൻ ആണ്. നോക്കിയേ, air contains oxygen which is essential for life. All living things breathe in oxygen that is needed for all metabolic activities. അതായത് റെസ്പിറേഷൻ ശ്വസനം അല്ലെ. എന്താണ് പറയുന്നത്? എയർ കണ്ടെയ്ൻസ് ഓക്സിജൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ് അല്ലെ. നമ്മളുടെ വായുവിൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് അല്ലെ. നമ്മളുടെ വായുവിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നിലനിർത്താനായിട്ട് വളരെ അത്യാവശ്യമാണ് എന്ത്? ഈ വായുവിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ. രണ്ടാമത്തെ പറയുന്നത് ഓൾ ലിവിംഗ് തിങ്സ് ബ്രീത്ത് ഇൻ ഓക്സിജൻ അല്ലെ. എല്ലാ ജീവനുള്ള ജീവജാലങ്ങളും ഓക്സിജൻ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ദാറ്റ് ഈസ് നീഡഡ് ഫോർ ഓൾ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. നമ്മുടെ എന്ത് തരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ഇപ്പം നമ്മുടെ ദഹനം അല്ലെ, അതൊരു മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കുക, അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്താണ്? വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്? ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത്തേത് എന്താണ്? കമ്പഷൻ, അതായത് ജ്വലനം അല്ലെ. ജ്വലിക്കുക, തീയിലെ ജ്വലനം. Combustion is a process when heat is produced after a substance reacts rapidly with oxygen അല്ലെ. അതായത് ഒരു പദാർത്ഥം ഓക്സിജനുമായിട്ട് കലർന്നിട്ട് അവിടെ എന്ത് ചെയ്യും? താപം, അതായത് തീ ഉണ്ടാവും അല്ലെ. നമ്മൾക്കറിയാം നമ്മൾ ഇപ്പോൾ വിറക് കത്തിക്കുമ്പോൾ തീ എന്ത് ചെയ്യും? ആദ്യം വലിയ രീതിയിൽ കത്തില്ല, ജസ്റ്റ് കുറച്ച് കത്തി തുടങ്ങി എന്ത് ചെയ്യും? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് അത് വളരെയധികം നല്ല രീതിയിൽ എന്ത് ചെയ്യും? തീ ആളി കത്തും അല്ലെ. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു പദാർത്ഥം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും? ചൂട്, താപം, അതായത് തീ അവിടെ ഉണ്ടാകും. The original substance is called the fuel and the source of oxygen is called the oxidizer അല്ലെ. അതായത് ഒരു യഥാർത്ഥ പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? the original substance അല്ലെ. അവിടുത്തെ യഥാർത്ഥ പദാർത്ഥം. ഇപ്പൊ നമ്മൾ പറയാണ് വിറക് കത്തുമ്പോൾ അവിടുത്തെ യഥാർത്ഥ പദാർത്ഥം എന്താണ്? വിറകാണ്. വിറകിലാണ് തീ കത്തുന്നത് അല്ലെ. അപ്പൊ വിറക് എന്താണ്? അവിടുത്തെ ഇന്ധനമാണ് അല്ലെ. വിറകിൽ നിന്നും എന്താണ് നമ്മൾ തീപ്പെട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് വിറക് കത്തിക്കുമ്പോൾ തീ ഓക്സിജനുമായിട്ട് ചേർന്ന് നന്നായിട്ട് ആളി കത്തുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് എന്തിനാണ് ഈ തീ കത്തുന്നത്? വിറകിലാണ് അല്ലേ, അല്ലെങ്കിൽ പേപ്പർ കത്തിക്കുന്നത്. അപ്പൊ അവിടെ എന്തിലാണ് തീ കത്തുന്നത്? പേപ്പറിലാണ്. അപ്പൊ അവിടുത്തെ യഥാർത്ഥ പദാർത്ഥം, ഒറിജിനൽ സബ്സ്റ്റൻസ്, അപ്പൊ തീ കത്തുന്നത് ഇത് എന്തിലാണ്? വിറകിലാണെങ്കിൽ വിറക്, അല്ലെങ്കിൽ പേപ്പറിലാണെങ്കിൽ പേപ്പർ. അതാണ് അവിടുത്തെ ഇന്ധനം എന്ന് പറയുന്നത്, ഫ്യൂവൽ, ഇന്ധനം എന്ന് പറയുന്നത്. ആൻഡ് ദ സോഴ്സ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ ഉറവിടം, നമ്മുടെ ഓക്സിജന്റെ ഉറവിടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ അല്ലെ, അതാണ് അവിടുത്തെ ഓക്സിഡൈസർ എന്ന് പറയുന്നത്. ഓക്സിജൻ ഉള്ള ഭാഗം, അതാണ് ഓക്സിഡൈസർ എന്ന് പറയുന്നത്. അപ്പൊ കത്തുന്നത് എന്താണോ അത് ഇന്ധനം, ഫ്യൂവൽ ആണ്. പിന്നെ ഓക്സിജൻ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, അതിനെ ഓക്സിഡൈസർ എന്നും പറയുന്നത്. ഓക്സിജന്റെ ഭാഗത്തായിട്ടാണ് ആ തീ നന്നായിട്ട് ആളി കത്തുന്നത്. അപ്പം ഓക്സിജന്റെ കാര്യം പറഞ്ഞത് രണ്ടെണ്ണമാണ്. റെസ്പിറേഷൻ ആദ്യം പറഞ്ഞു അല്ലെ. എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ്? അവരുടെ ശ്വസനം അല്ല, ബ്രീത്തിങ് നടക്കണം എന്നുണ്ടെങ്കിൽ ഓക്സിജൻ ആവശ്യമാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ പറഞ്ഞത് കമ്പഷനാണ്, ജ്വലനം. അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു പദാർത്ഥം അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് കൂട്ടി കലർന്നിന്റെയും അവയുടെ ജ്വലനം, താപം നന്നായിട്ട് പുറപ്പെടും, അതായത് തീ നന്നായിട്ട് കത്തുന്ന രീതിയിൽ. പിന്നെ അവിടുത്തെ ഒറിജിനൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂവല്. അവിടുത്തെ ദ സോഴ്സ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ ഉറവിടത്തിന് ഓക്സിഡൈസർ എന്ന് നമ്മളവിടെ പറയുന്നു. ഓക്കെ. സെക്കൻഡ് പറയുന്നത് നൈട്രജൻ ആണ്. ഓക്സിജൻ പറഞ്ഞുകൊണ്ട് നൈട്രജൻ എത്രയാണ്? നമ്മുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നൈട്രജന്റെ കാര്യം നോക്കിയേ. എയർ ആൻഡ് സോയിൽ ആർ ദ സോഴ്സസ് ഓഫ് നൈട്രജൻ ടു പ്ലാന്റ്സ് അല്ലെ. വായുവും മണ്ണും ആണ്
സസ്യങ്ങൾക്ക് ഇത് നൈട്രജൻ കൊടുക്കുന്ന ഉറവിടം. നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് അവയ്ക്ക് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം. അതിനോടൊപ്പം തന്നെ വളരെ അത്യാവശ്യമായിട്ട് അവയുടെ വളർച്ചയ്ക്ക് വേണ്ടുന്നതാണ് നൈട്രജൻ അല്ലെ. അത് അവയ്ക്ക് കിട്ടുന്നത് മണ്ണിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഈ മണ്ണ് ചെടികൾക്ക് എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ട് നൈട്രജൻ കൊടുക്കും. പിന്നെ എയറിലും എന്തുണ്ട്, നൈട്രജന്റെ അളവുണ്ട്. അടുത്തത് പറയുന്നത് on the other hand nitrogen reduces the activity of oxygen which is highly combustible. അതായത് എന്താണ്, on the other hand വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നൈട്രജൻ റെഡ്യൂസ് ദ ആക്ടിവിറ്റി ഓഫ് ഓക്സിജൻ. നൈട്രജൻ എന്തിനു, ഓക്സിജന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു. അതായത് തീ എങ്ങനെ വലിയ രീതിയിൽ ആളി കത്തുകയാണെങ്കിൽ നൈട്രജൻ ആ ഒരു എയറിൽ നന്നായിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ഈ ഓക്സിജൻ എന്ത് ചെയ്തില്ല, പ്രവർത്തിക്കത്തില്ല. ഓക്സിജന്റെ ഒരു പ്രവർത്തനം എന്ത് ചെയ്യും, ഈ നൈട്രജൻ കുറയ്ക്കും. അതായത് വിച്ച് ഈസ് ഹൈലി കമ്പോസിബിൾ, വളരെ ജ്വലനം അല്ലേ കുറയ്ക്കുന്ന രീതിയിൽ മാറ്റും. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. Plants need carbon dioxide in air for photosynthesis, the process of making their food. The air we breathe out contains carbon dioxide. അല്ലേ, അതായത് പ്ലാന്റ്സ് അല്ലെ ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചുകൊണ്ട് ഓക്സിജൻ ആണ് പുറത്തോട്ട് വിടുന്നത് അല്ലെ. അവയുടെ ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചുകൊണ്ട് ഓക്സിജനെ പുറത്തോട്ട് വിടും. അല്ലെങ്കിൽ നല്ല പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ ആയിരിക്കും. അതായത് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര എയർ നല്ല പ്യൂരിഫൈ ചെയ്യുന്ന ഒന്നാണ് പ്ലാന്റ്സ് അല്ലെ. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യും, അവരുടെ ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് അപ്പോൾ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യും അല്ലെ. എന്നിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. ആ പ്യുവർ ആയിട്ടുള്ള ഓക്സിജൻ ആ അന്തരീക്ഷത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ശ്വസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അതാ പറയുന്ന പ്ലാന്റ്സ് നീഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ ഫോർ ഫോട്ടോസിന്തസിസ്, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദെയർ ഫുഡ്. അല്ലെ അവരുടെ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം, അവരുടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും. The air we breathe out contains carbon dioxide. Okay. Then അടുത്തത് the other important uses of air. ഇനി നമ്മുടെ എയർ കൊണ്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ, അന്തരീക്ഷം. Ozone gas in the Earth's atmosphere protects us from the harmful ultraviolet rays of sun. നമുക്കറിയാം ആദ്യം പറഞ്ഞത് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. അറ്റ്മോസ്ഫിയർ എന്താ പറയുന്നത്, ഓസോൺ ഗ്യാസ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് ഹാസ് ഫ്രം ദ ഹാർംഫുൾ അൾട്രാവയലറ്റ് റേസ് ഓഫ് ദ സൺ. അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മളുടെ അന്തരീക്ഷം അല്ലെ, നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് ഗ്യാസസ് ഉണ്ടെന്ന് പറഞ്ഞു. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, വാട്ടർ വേപ്പർ, അങ്ങനെ ഹൈഡ്രജൻ, അങ്ങനെ പല രീതിയിലുള്ള എയർ ഗ്യാസസും നമ്മുടെ എയറിലുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഗ്യാസസ് മാത്രമല്ല നമ്മളുടെ എയറിൽ ഉള്ളത്. പിന്നെ എന്തുണ്ട്, നമ്മുടെ എയറിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കുട പോലെ നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓസോൺ ലെയർ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിലെ നമ്മുടെ അന്തരീക്ഷത്തിലെ കുട എന്നാണ് അറിയപ്പെടുന്നത് ഓസോൺ ലെയർ. ഈ ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു കുടയും കൊണ്ട് നല്ല ചൂട്, നമ്മളൊരു കുടയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് വലുതായിട്ട് വെയിലേക്കത്തില്ല അല്ലേ. നമ്മൾ കുടയും കൊണ്ട് പോകുമ്പോൾ ആ വെയിലിൽ നിന്ന് നമുക്ക് എന്താണ്, ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു സംരക്ഷണമാണല്ലേ. അപ്പം അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിനെ എന്ത് ചെയ്യുന്നു, ഈ ഓസോൺ ലെയർ നമ്മളെ സംരക്ഷിക്കുന്നു. അപ്പം ഈ ഓസോൺ ലെയർ എന്ത് ചെയ്യും, നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്ന ദോഷകരമായിട്ടുള്ള കിരണങ്ങളെല്ലാം തടഞ്ഞു നിർത്തും. അതായത് ഈ ഓസോൺ ലെയർ ഉള്ളത് കൊണ്ട് നമ്മുടെ ഭൂമിയിൽ ഈ സൂര്യനിൽ നിന്നും വരുന്ന അത്ര ചൂട് നമ്മുടെ ഭൂമിയിലേക്കത്തില്ല. പക്ഷേ ഇപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, ഒരുപാട് രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ഓസോൺ പാളിയിലെ ചെറിയ വിള്ളലുകൾ, ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാവും എന്ത് ചെയ്യും, ഈ പറയുന്ന കണക്കുള്ള അൾട്രാവയലറ്റ് രശ്മികൾ അല്ലെ, അൾട്രാവയലറ്റ് റേസ് എന്ത് ചെയ്യും, ഈ സൂര്യനിൽ നിന്ന് നമ്മുടെ ആ ഒരു ഓസോൺ പാളിയിലുള്ള ചെറിയ ചെറിയ ആ ഹോളിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഭൂമിയിൽ എത്തിയിട്ട് നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കും പ്ലാന്റ്സിനാണെങ്കിലും ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും ഒക്കെ ഒരുപാട് രീതിയിലുള്ള രോഗങ്ങളും ഒക്കെ എന്ത് ചെയ്യും, പിടിപെടാനായിട്ട് കാരണമാകും. അപ്പം അതാണ് പറയുന്നത് അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷം നമ്മൾ എന്താണ് ഒരുപാട് നമ്മൾ സംരക്ഷിക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള ഓസോൺ ലെയറൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വളരെ നല്ല രീതിയിലാണ് പ്രൊട്ടക്ഷൻ, സൂര്യനിൽ നിന്നുള്ള ദോഷകരമായിട്ടുള്ള കിരണങ്ങളൊക്കെ തടഞ്ഞു നിർത്തി നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും, നമ്മളെ സംരക്ഷിക്കും. ഓക്കെ, രണ്ടാമത്തേത് വിൻഡ്. വിൻഡ് എന്താണ്, moving air called wind has great force which is why it is used to run windmills that generate electricity. Wind also helps in the dispersal of seeds. അതായത് മൂവിങ് എയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ, ചലിക്കുന്ന വാതകമാണ് എന്ത്, കാറ്റെന്ന് പറയുന്നത്. അപ്പൊ മൂവിങ് എയർ കോൾഡ് വിൻഡ്, ചലിക്കുന്ന വാതകത്തെ നമ്മൾ എന്ത് പറയും,
പറയുന്നു? കാറ്റെന്ന് പറയുന്നു. ഹാസ് ഗ്രേറ്റ് ഫോഴ്സ്, അതൊക്കെ നല്ല ശക്തിയുള്ളവയാണവ. which is why it is used to run windmills that generate electricity. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാറ്റാടിപ്പാടങ്ങൾ, വിൻഡ്മിൽസ് അല്ലേ, കാറ്റാടിപ്പാടങ്ങളിലെ ആ കാറ്റാടി എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ശക്തിയായിട്ടുള്ള കാറ്റ് വരുമ്പോൾ അത് കറങ്ങും അല്ലെ, നമ്മൾ പഠിച്ചിരുന്നു, കറങ്ങും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി, കറണ്ട് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. വിൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്, വിത്തുകളുടെ വ്യാപനത്തിനും കാരണമാകും. അതായത് എന്താ, നല്ല കാറ്റുള്ള സമയത്ത് ഇപ്പം നമ്മൾ ഈ എന്താ പറഞ്ഞ പന്നിയുണ്ടല്ലോ, ഈ പന്നിക്ക, നമ്മൾ ഈ കാറ്റൊക്കെ വരുമ്പം ആ പന്നിക്ക എന്ത് ചെയ്യും? പൊട്ടിയിട്ട് അതിനുള്ള പന്നി ഇങ്ങനെ പറന്ന് നടക്കുകയൊക്കെ ചെയ്തില്ലേ, അപ്പൂപ്പൻ താടി എങ്ങനെ നിങ്ങൾ പറന്നു പോകുന്നേ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യും? ഇങ്ങനെ വിത്ത് കാറ്റടിക്കുമ്പോൾ ഈ വിത്ത് എന്ത് ചെയ്യും? നല്ല രീതിയിൽ അവിടെ തെറിച്ച് ഈ കാറ്റിന്റെ ഒരു രീതി അവിടെ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും ചെന്ന് വീഴും. അപ്പൊ അത് അവിടെ കിടന്ന് എന്ത് ചെയ്യും? കിളിച്ച് മരവോ ചെടിയോ ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇതുപോലെ വിത്തുകളുടെ വ്യാപനത്തിനും ഇങ്ങനെ ഈ കാറ്റ് സഹായിക്കും. അടുത്തത് കംപ്രസ്ഡ് എയർ. എന്താണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ വണ്ടികളുടെ ഒക്കെ ടയറൊക്കെ നിറയ്ക്കുന്ന കറിയില്ലേ, എയർ നന്നായിട്ട് നല്ല ശക്തിയായിട്ട് എന്ത് ചെയ്യും? ഈ നല്ലതായിട്ട് അടിച്ചടിച്ച് എന്ത് ചെയ്യും? ഈ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ടയർ, നിങ്ങളുടെ സൈക്കിളിന്റെ ഒക്കെ ടയർ എന്താ പറയുക, കാറ്റ് പോകുമ്പോൾ നിങ്ങൾ കാറ്റ് നിറയ്ക്കാനായിട്ട് കടയിൽ കൊണ്ടുവന്ന് നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, നല്ലതായിട്ട് പ്രസ് ചെയ്ത് എന്ത് ചെയ്യും? വായു അകത്തോട്ട് കയറ്റും അല്ലേ. അപ്പൊ അതാണ് പറയുന്നത്, the air is used to fill tires അല്ലേ. ടയറുകളിലെല്ലാം എയർ എന്ത് ചെയ്യുന്നു? നിറയ്ക്കുന്നുണ്ട്. Many machines make use of compressed air അല്ലെ. പല യന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ എയർ കംപ്രസ് ചെയ്ത് കയറ്റാറുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് സൈക്കിളിൽ തന്നെ അറിയാം കാറ്റടിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഫോർ എക്സാമ്പിൾ, മെഷീൻസ് യൂസ്ഡ് ഇൻ മൈനിങ് അല്ലെ, ഖനനം നടത്താനുള്ളപ്പോൾ മണ്ണ് എന്ത് ചെയ്യും? നന്നായിട്ട് കുഴിക്കും. അപ്പൊ എന്താണ് ഈ മെഷീൻ അല്ലെ, എന്താണ് നല്ല രീതിയിൽ എയർ ഉപയോഗിച്ചാണ് കുഴിക്കുന്നത്. പിന്നെ ഡിഗിങ് അതായത് കുഴിക്കൽ, മണ്ണ് കുഴിക്കുന്നത്. പിന്നെ ഡ്രില്ലിങ് യൂസ്ഡ് കംപ്രസ്ഡ്. ഇവയെല്ലാം എന്താണ്? കംപ്രസ്ഡ് എയർ, കംപ്രഷൻ എയർ നന്നായിട്ട് നല്ല ബലത്തിൽ ശക്തിക്ക് കംപ്രസ് ചെയ്തിട്ടാണ് ഇവയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മൂന്നെണ്ണമാണ് പറഞ്ഞത്. അറ്റ്മോസ്ഫിയറിന്റെ കാര്യം പറഞ്ഞു, എന്താണ് അൾട്രാ വയലറ്റ് റേസ് അല്ല, അൾട്രാ വയലറ്റ് രശ്മികൾ എന്താണ് നമ്മുടെ ഭൂമിയിലോട്ട് വരുന്നത് തടഞ്ഞ് നമുക്കൊരു ഓസോൺ പാളി അല്ലെ, ഓസോൺ പാളി ഉണ്ട് നമ്മൾക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ, നമ്മൾക്കൊരു കുട പോലെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ ഓസോൺ പാളി എന്ന് പറയുന്നത്. ഈ ഓസോൺ പാളിയിൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ തടഞ്ഞ് ഒരു കുട പോലെ അവർ നമ്മളെ തടഞ്ഞ് നമ്മുടെ അന്തരീക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു അല്ലെ, നമ്മളെ രക്ഷിക്കുന്നു. അടുത്തത് വിൻഡ്, കാറ്റിന്റെ കാര്യം പറഞ്ഞു, മൂവിങ് എയർ ആണല്ലേ, ചലിക്കുന്ന വാതകമാണ് കാറ്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് വിൻഡ് മിൽസിലൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ നേടുന്ന. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, വിൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ഡിസ്പോസൽ ഓഫ് സീഡ്, വിത്തുകളുടെ വ്യാപനത്തിനും കാരണമാകുന്നു. കംപ്രസ്ഡ് എയർ അല്ലെ, കംപ്രസ്ഡ് അല്ലെ, നമ്മുടെ ടയറുകളിലൊക്കെ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് വണ്ടികളിൽ വലിയ ലോറിയും അല്ലെ ബസ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ വീല് വലുതാണ്. അപ്പൊ അതിനകത്തൊക്കെ ടയർ കയറ്റുന്ന വലിയ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത് ഇപ്പം ബലൂണൊക്കെ ഉണ്ടല്ലോ, ബലൂൺ ഉത്സവപ്പറമ്പിലൊക്കെ ബലൂൺ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഊതിയിട്ടാണ് അതിനകത്ത് വായു നടക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു മെഷീൻ പോലെ സാധനം ഉണ്ട്, അത് വെച്ച് അടിച്ചടിച്ച് എന്ത് ചെയ്യും? പെട്ടെന്ന് ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് നമുക്ക് തരും. അപ്പം കംപ്രസ്ഡ് എയർ. ഓക്കെ, എത്ര ഇങ്ങനെ പറഞ്ഞു പോകാൻ കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അടുത്തത് പറയുന്നത് എയർ പൊല്യൂഷൻ അല്ലെ. നമുക്കറിയാം ഇപ്പോൾ ഡേ ടു ഡേ നമുക്കറിയാവുന്ന കാര്യമാണ്, വണ്ടികളുടെ എണ്ണമാണെങ്കിലും അല്ലെങ്കിൽ ഫാക്ടറീസ് ആണെങ്കിലും ഒക്കെ കൂടി വരികയാണല്ലേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്നൊക്കെ വരുന്ന പുകയും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ എയർ വല്ലാണ്ട് പൊല്യൂഷൻ അല്ലെ, അതായത് മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലേ. അപ്പം നോക്കിയേ, air pollution occurs when pollutants like particulate matter, chemicals, gases and vapor get into the air. The polluted air damages the natural environment അല്ലേ. അതായത് കെമിക്കൽസോ രാസവസ്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റബ്ബറോ അങ്ങനെയുള്ള കാര്യങ്ങൾ കത്തിക്കുകയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഫാക്ടറികളിൽ നിന്നുമൊക്കെ വരുന്ന വാതകങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ എയർ, നമ്മുടെ വായുവിനെ വല്ലാണ്ട് മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത്തരത്തിൽ ഈ ഒരു എയർ പൊല്യൂഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ എൻവയോൺമെന്റ്, നമ്മളുടെ ഭൂമിക്ക് തന്നെ നമ്മളുടെ എന്താണ് വലിയ രീതിയിലുള്ള ഡാമേജസ്, അതായത് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എയർ പൊല്യൂഷൻ കൂടുമ്പോൾ നമ്മുടെ എയറിലുള്ള ഇങ്ങനെയുള്ള കെമിക്കൽസിന്റെ ഒക്കെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓസോൺ പാളി ഉണ്ടല്ലോ, ഈ ഓസോൺ പാളിയിലെ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ വീഴും. അപ്പം നമ്മുടെ ഈ സൂര്യനിൽ നിന്നും വരുന്ന ഈ അൾട്രാ വയലറ്റ് കിരണങ്ങൾ എന്ത് ചെയ്യും? ആ ഓസോൺ പാളിയുടെ ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ
നമ്മുടെ ഭൂമിയിലെത്തും. അത് നമ്മൾ മനുഷ്യർക്ക് ഏൽക്കുവാണെങ്കിൽ സൂര്യാഘാതവും ക്യാൻസേഴ്സിൻ്റെ ഒക്കെ പോലുള്ള പല പല ഡിസീസസും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതുകൊണ്ട് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു മാരകമായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു നമ്മുടെ എൻവയോൺമെൻറ്റിന് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എയർ പൊല്യൂഷൻ ഈസ് ഓഫ് 2 ടൈപ്സ്. പ്രധാനമായിട്ടും എയർ പൊല്യൂഷൻ 2 രീതിയിലാണ് ഉണ്ടാകുന്നത്. നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ തന്നെ ഉണ്ടാകുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പൊല്യൂഷൻ ഫ്രം ഫോറസ്റ്റ് ഫയർസ്, ഡസ്റ്റ് സ്റ്റോംസ് ആൻഡ് പോളൻസ് ഫ്രം ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് അല്ലെ. അതായത് ഈ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹാനികരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാട്ടുതീ ഉണ്ടാവുമ്പോൾ എന്താണ്, നല്ല തീയിൽ എന്ത് ചെയ്യും, ഒരുപാട് പുക അല്ലെ ഉണ്ടാവും. പക്ഷെ ആ ഒരു പുക ഉണ്ടായാലും നമ്മൾക്ക് അത്രയധികം ശ്വസിക്കുന്നതിന് വലിയ പ്രശ്നം വരത്തില്ല. കാര്യം മരങ്ങളൊക്കെ കത്തി ഉണ്ടാക്കുന്ന പുകയാണല്ലേ. എങ്കിലും എന്താണ്, പൊല്യൂഷൻ തന്നെയാണ്. പക്ഷെ അത്ര വലിയ രീതിയിലുള്ള ഒരു പൊല്യൂഷൻ ആവത്തില്ല. കാര്യം നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ പറയുന്നത് എന്താണ്, ഡസ്റ്റ് സ്റ്റോം, പൊടിക്കാറ്റ് അല്ലെ. മണലും ഒക്കെയുള്ള നമ്മുടെ മരുഭൂമിയിലൊക്കെ നല്ല കാറ്റ് വീശുമ്പോൾ ആ കാറ്റിനോടൊപ്പം പൊടി വരും അല്ലെ. അപ്പം അങ്ങനെയുള്ള പൊടിക്കാറ്റ്. ആൻഡ് പോളൻസ് അല്ലെ, പൂവിലും ചെടിയിലും ഒക്കെയുള്ള പോളൻസ് അല്ലെ, പൂവിലൊക്കെയുള്ള ചെറിയ ചെറിയ പോളൻസ് അല്ലേ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ഈ കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, കാറ്റിനോടൊപ്പം ആക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ. പിന്നെ രണ്ടാമത് പറഞ്ഞ ഹ്യൂമൻ മെയ്ഡ്, മനുഷ്യരെയും കൊണ്ടുള്ള പൊല്യൂഷൻ ആണ് ഏറ്റവും കൂടുതൽ വലിയ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? പൊല്യൂഷൻ ഫ്രം വെഹിക്കിൾസ്, burning of fuels in industries, emission of gases from industries and so on. Some great that cause air pollutions are sulfur oxide, carbon monoxide, ammonia, nitrogen oxides, carbon dioxide, chlorofluorocarbons. അതാണ് എൻ്റെ CFC, ക്ലോറോഫ്ലൂറോ കാർബൺസ്. ഓക്കെ, അതായത് ഹ്യൂമൻ മെയ്ഡ്, മനുഷ്യരെയും കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് നടന്നു പോകണമെങ്കിലും നമ്മൾ വണ്ടിയിലായിരിക്കും മിക്കവാറും പോകുന്നത്. നമ്മൾ നടന്നു പോകാൻ നമുക്ക് വയ്യ അല്ലേ. അപ്പം അങ്ങനെയുള്ള ഈ വണ്ടിയിൽ നിന്നുമുള്ള പുക അത് വലിയൊരു പൊല്യൂഷൻ, എയർ പൊല്യൂഷന് കാരണമാണ്. അതുപോലെ തന്നെ ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ഇൻ ഇൻഡസ്ട്രീസ്, വലിയ വ്യാവസായിക കേന്ദ്രങ്ങൾ, ഫാക്ടറീസ്. നമുക്കറിയാം കശുവണ്ടി ഫാക്ടറി അല്ലെ. കശുവണ്ടി ഫാക്ടറിയിൽ നമുക്കറിയാം, നിങ്ങൾക്ക് ഈ കശുവണ്ടി ഫാക്ടറി അടുത്തുള്ളവർക്ക് അറിയാം, അതിൽ ആ മുകളിലുള്ള ഒരു കുഴലിലൂടെ ഭയങ്കര കറുത്ത നിറത്തിലുള്ള പുക, ഈ ട്രെയിനകത്ത് നിന്നൊക്കെ പോകുന്ന, പണ്ട് ഇപ്പോഴൊന്നും ഇല്ല, പണ്ട് ട്രെയിനകത്ത് നിന്നൊക്കെ പോകുന്ന പുക പോലെ ഭയങ്കര കറുത്ത പുക പോകത്തില്ലേ. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ വ്യാവസായിക കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പുറത്ത് പോകുന്ന ഈ എന്തെങ്കിലും ഇന്ധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക. എമിഷൻ ഓഫ് ഗ്യാസസ് ഫ്രം ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ എന്താണ്, ഫാക്ടറികളിൽ നിന്നുമൊക്കെ വരുന്ന പുകയല്ലാതെ ശ്വസിക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്ത സ്മെല്ല് വരുന്ന, നമ്മളിപ്പം ചില സ്ഥലത്തോടൊക്കെ എന്തെങ്കിലും പോകുമ്പോൾ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തട്ടിയിടുമ്പോഴേ നമ്മൾ പോകുമ്പോൾ ഭയങ്കര സ്മെല്ല് വരും അല്ലേ. അപ്പം അങ്ങനെ ചില വ്യാവസായിക കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു പോകുന്ന ഈ ഒരു ഗ്യാസസിൽ നിന്നുള്ള ഇത്. പിന്നെ ആൻഡ് സോവൺ. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാം, നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താ പ്ലാസ്റ്റിക് കവറുകളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഈ ആളുകളൊക്കെ വരും അല്ലേ. അപ്പം അതിന് മുന്നേ ഒക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തൂട്ടിയെല്ലാം ചിലപ്പോൾ കത്തിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള റബ്ബറോ പ്ലാസ്റ്റിക് ടയറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, അതിൽ നിന്ന് ഒരുപാട് രീതിയിലുള്ള പുക വരും. അതൊക്കെ ഒരുപാട് നമുക്ക് ശ്വസിക്കുമ്പോൾ നമ്മുടെ ലങ് ഡിസീസസും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കും, സ്റ്റൊമക്കിനും ഒക്കെ വലിയ പ്രശ്നങ്ങൾ, നമ്മുടെ ഹാർട്ടിനൊക്കെ എന്താണ് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ ശ്വസിക്കുമ്പോൾ നമുക്ക് വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊല്യൂഷൻ ഫ്രം വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് ഇൻ ഇൻഡസ്ട്രീസ്, എമിഷൻ ഓഫ് ഗ്യാസസ് ഫ്രം ഇൻഡസ്ട്രീസ് ആൻഡ് സോ ഓൺ. Then some gases that cause air pollution. നമ്മളിങ്ങനെ കത്തിക്കുമ്പോഴൊക്കെ അതിൽ നിന്നും വരുന്ന ചില നമ്മുടെ പൊല്യൂഷന് കാരണമാകുന്ന ചില വാതകങ്ങളാണ്, ഗ്യാസസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ സൾഫർ ഡയോക്സൈഡ്, സൾഫർ ഓക്സൈഡ്സ്, പിന്നെ കാർബൺ മോണോക്സൈഡ്, അമോണിയ, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് കൂടുതലാവുകയാണെങ്കിൽ അത് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനത്തിനൊക്കെ കാരണമാകും കേട്ടോ, ചൂട് കൂടും. പിന്നെ ക്ലോറോഫ്ലൂറോ കാർബൺസ്, ഈ ക്ലോറോഫ്ലൂറോ കാർബൺസ് നമ്മൾ ശ്വസിക്കുന്നത് നമുക്ക് ഒരുപാട് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞ ഈ വാതകങ്ങളൊക്കെ നമ്മുടെ എന്തിനാണ്, എയർ പൊല്യൂഷൻ, വായു മലിനീകരണം അല്ലെ, വായു മലിനീകരണത്തിന് കാരണമാകും. ഏതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? എയർ പൊല്യൂഷൻ ഈസ് ഓഫ് 2 ടൈപ്സ്. പ്രധാനമായിട്ട് 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നാച്ചുറൽ, സെക്കൻഡ് ഹ്യൂമൻ മെയ്ഡ്. നാച്ചുറലിനകത്ത് പറഞ്ഞത് പൊല്യൂഷൻ ഫ്രം ഫോറസ്റ്റ് ഫയർസ്, കാട്ടുതീ, ഡസ്റ്റ് സ്റ്റോം, പൊടിക്കാറ്റ്, ആൻഡ് പോളൻസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ്, ചെടിയിൽ നിന്നും പൂവിൽ നിന്നും ഒക്കെ വരുന്ന ഈ പോളൻസ്, അത് വലിയ രീതിയിലുള്ള പൊല്യൂഷൻ
പൊല്യൂഷൻ ഒന്നും വരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നാച്ചുറലായിട്ട് പ്രകൃതിയാൽ ഉണ്ടാകുന്ന കുറച്ച് കാരണങ്ങളാണ്. പിന്നെ ഹ്യൂമൻ മെയ്ഡ്, മനുഷ്യരെ കൊണ്ടാണ് ഒക്കാത്തത്. ഇതെന്താണ്, പൊല്യൂഷൻ ഫ്രം വെഹിക്കിൾസ്, വണ്ടിയിൽ നിന്ന് വരുന്ന പുക, ബേണിംഗ് ഓഫ് ഫ്യൂൽസ് ഇൻ ഇൻഡസ്ട്രീസ്, വ്യാവസായിക ശാലകളിൽ ഇന്ധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ എമിഷൻ ഓഫ് ഗ്യാസസ് ഫ്രം ഇൻഡസ്ട്രീസ്, വലിയ വാതകങ്ങൾ, നമുക്ക് ശ്വസിക്കാൻ കൊള്ളാത്ത വാതകങ്ങളൊക്കെ ഈ വ്യാവസായിക ശാലകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻസിന് കാരണമാണ്. Some gases that cause air pollutions are sulfur oxide, carbon monoxide, ammonia, nitrogen oxide, carbon dioxide, chlorofluorocarbons. Okay. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്ന് ഇത്രയും പഠിക്കാം സയൻസിൽ കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് ടീച്ചർ തരാമേ. നോക്കട്ടെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ എന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, why is air important for living organisms? Then പിന്നെ ഉള്ളത് എന്താണ്, ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കി നമ്മളെന്ന് വെച്ചാൽ ഈ സംഭവം ഇൻട്രൊഡക്ഷൻ പോലെ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം വായിച്ചു നോക്കി. ഇതിപ്പം പഠിച്ച് നമ്മൾ ഈ ഓക്സിജൻ്റെ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ ആണെങ്കിലും നിങ്ങൾ കൊച്ചു ക്ലാസ്സിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കേട്ട കാര്യമായിരിക്കും അല്ലേ. പിന്നെ അതർ ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് എയർ, അറ്റ്മോസ്ഫിയർ, വിൻഡ്, കംപ്രസ്ഡ് എയർ, അത് പിന്നെ എയർ പൊല്യൂഷൻ നിങ്ങൾക്ക് കേട്ടുള്ള വായു മലിനീകരണം. ഒരുപാട് തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ടല്ലേ. എന്താണ് ഇപ്പോൾ പറയുക, സൗണ്ട് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം ഉണ്ട്. ശബ്ദ മലിനീകരണം ചെവിക്കൊക്കെ ഭയങ്കര ഹാനികരമായിട്ടുള്ള സൗണ്ട് ആവും. എക്സാമ്പിൾ നമ്മുടെ വണ്ടികളിൽ നിന്നുള്ള ശബ്ദം, പിന്നെ അതുപോലെ വലിയ വലിയ സ്പീക്കറും അങ്ങനെയൊക്കെയുള്ള ശബ്ദം. പിന്നെന്താണ്, വെടിയൊക്കെ വെക്കുമ്പം അല്ലേ അങ്ങനെയുള്ള ശബ്ദം, അങ്ങനെയുള്ള സൗണ്ട് പൊല്യൂഷൻ ഉണ്ട്. പിന്നെ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷനെ പോലെ തന്നെ കൂടുതലാണ് വാട്ടർ പൊല്യൂഷൻ അല്ലേ, ജലമലിനീകരണം അല്ലേ. എന്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രീസിൽ നിന്നുള്ള വേസ്റ്റ് ഒഴുക്കി ജലാശയങ്ങൾ കടലിലും ഒക്കെ വിടുന്നത്, പിന്നെ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കഴുകുന്നത്, തുണി കഴുകുന്നത്, പിന്നെ എന്താ തൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ എന്താ വെള്ളത്തിൽ അഴുകാൻ വേണ്ടിയിട്ടേക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് വാട്ടർ പൊല്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെന്താണ് എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം അല്ലേ. ഇതുപോലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മണ്ണിൽ കൊണ്ടുവരുമ്പോൾ അത് ദ്രവിക്കാത്ത മണ്ണിൽ തന്നെ കിടന്ന് മണ്ണിന് ഫലപുഷ്ടി ഇല്ലാതാവും, സസ്യങ്ങളുടെ വളർച്ച തടയുന്നു അല്ലേ. പിന്നെന്താണ്, വലിയ വലിയ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഈ മണ്ണിന് ഇപ്പം നമ്മൾ കെട്ടുമ്പം മണ്ണൊക്കെ കുറയല്ലേ, മണ്ണിനകം തന്നെ കുറയും അല്ലേ. പിന്നെ ആണെങ്കിൽ എന്തുണ്ട്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് നമുക്ക് തൽക്കാലം ഇത്ര നിർത്തക്കായിട്ട് എങ്ങനെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചു നോക്കുക. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്, വലിയ രീതിയിലൊന്നും ഇല്ല ഇന്ന് പഠിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് അത് നന്നായി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് GK കൂടെ പഠിക്കാമേ. നോക്കിയേ, ഇനി നമുക്ക് GK ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു ചാപ്റ്റർ ഫസ്റ്റ് കേട്ടോ. GKയുടെ ഒന്നാമത്തെ പാഠം ഉണ്ടായിരുന്നല്ലോ, കളക്റ്റീവ് നൗൺസ്. അതിനകത്ത് ആദ്യത്തെ 10 നമ്മൾ പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 10 ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് പേജ് നമ്പർ 331 ആണ്. അപ്പൊ നോക്കിയേ, അവിടെ ഈ പറയുന്നത് 11 കേട്ടോ. 11th ക്വസ്റ്റ്യൻ, എ ബ്ലോട്ട് ഓഫ് ഡാഷ്. എ ബ്ലോട്ട് ഓഫ് ഡാഷ്. ബ്ലോട്ട് ഓഫ് എന്താ പറയുന്നത് അറിയാമോ, ഹിപ്പോപോട്ടം. ഹിപ്പോപോട്ടം എന്ന് പറഞ്ഞാൽ നോക്കിയേ, സ്പെല്ലിംഗ് HIPPOTAMI, ഹിപ്പോപോട്ടം. അതായത് ഈ ഹിപ്പോപോട്ടാമസ് ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്, എല്ലാത്തിന്റെയും പിക്ചർ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവേ. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, പിക്ചർ കണ്ടോ. ഒരു ഹിപ്പോപോട്ടാമസ് അല്ലെ, ഹിപ്പോപോട്ടാമസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കൂട്ടം ഞാൻ എന്ത് എ ബ്ലോട്ട് ഓഫ് എന്ന് പറയും, ബ്ലോട്ട് ഓഫ് ഹിപ്പോപോട്ടം. എഴുതിയോ, സ്പെല്ലിംഗ് തെറ്റിക്കാതെ ബോർഡ് നോക്കി എഴുതിയെടുക്കണേ. അടുത്തത് ആൻ ആർമി ഓഫ് ഡാഷ്. ആർമി ഓഫ് എന്താ പറയുന്നത്, കാറ്റർപില്ലേഴ്സ്. കാറ്റർപില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിത്രശലഭം ഒക്കെ ആവുന്നതിന് മുന്നേ പ്യൂപ്പ അങ്ങനെ പുഴു പോലത്തെയൊക്കെ ആയി വളർന്നു തന്നെ ചിത്രശലഭമായിട്ട് മാറുന്നത്. അപ്പൊ അതാണ് കാറ്റർപില്ലേഴ്സ്. CATTERPILLARS, കാറ്റർപില്ലേഴ്സ്. ദാന്റെ പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ, കാറ്റർപില്ലർ. ആൻ ആർമി ഓഫ് കാറ്റർപില്ലേഴ്സ്. അടുത്തത് എ സ്ലിത്ത് ഓഫ് ഡാഷ്. എന്താണെന്ന് അറിയാമോ, ബിയേഴ്സ്.
കരടികൾ, കരടിയുടെ കൂട്ടം, കരടികൾ. BEARS, bears. Then a train of dash, train, train ബോഗി പോലെ ഇങ്ങനെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് പോകുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് camels, ഒട്ടകം. ഒട്ടകം നടക്കുന്നത് അങ്ങനെ ഒന്നിനെ പുറകെ ഒന്നായിട്ടാണെങ്കിൽ ഒട്ടകം നടക്കുന്നത്. അപ്പോൾ അതാണ് a train of camels, CAMELS, camels. Then അടുത്തത് a streak of dash, a streak of എന്താണ്? tigers, കടുവകൾ അല്ലേ? TIGERS, tigers, കടുവകൾ. A streak of tigers. Okay, അപ്പോൾ ആദ്യത്തെ ഒന്നുകൂടി പറയാം. ആദ്യം പറഞ്ഞത് a blot of hippopotami, HIPPOPOTAMI. അടുത്തത് an army of dash, an army of caterpillar, CATTERPILLARS, caterpillars. Then a sleep of dash, എന്താണ്? bears, BEARS, കരടികൾ. അടുത്തത് a train of dash, a train of camels, ഒട്ടകങ്ങൾ, CAMELS, camels. അടുത്തത് a streak of dash, a streak of tigers, TIGERS, tigers. Okay. Then അടുത്തത് 16ാമത്തെ നോക്കിയേ, a knot of dash, a knot of toads. toads എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഇംഗ്ലീഷ് പിടിച്ചാൽ തവളകൾ ആണ് ട്ടോ, തവളകൾ, toads, TOADS, a knot of toads, TOADS. തന്നെ പിക്ചറിലൂടെ കാണിക്കുന്നുണ്ട്, കണ്ടോ? Then അടുത്തത് a bale of dash, a bale of turtles. turtles എന്ന് പറഞ്ഞാൽ ഈ കടലാമകൾ, കടലാമകൾ, കടലിൽ കാണുന്ന ആമകൾ ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ turtles എന്ന് പറയുന്നത് കേട്ടോ, കടലാമകൾ. TURTLES, 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 കടലാമകൾ. തന്നെ പിക്ചർ കാണിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത് a leap of dash, a leap of എന്താണ്? leopards, അതായത് എന്താ പറയാ, പുള്ളിപ്പുലി, പുള്ളിപ്പുലി, അതാണ് leopards, 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 a leap of leopards, LEOPARDS. അടുത്തത് a float of dash, a float of എന്താണ്? എന്താണെന്നറിയാമോ? crocodiles. എന്താണ് crocodiles എന്ന് പറഞ്ഞാൽ? മുതല അല്ലേ, മുതലകൾ അല്ലേ, CROCODILES, crocodile. a float of crocodile, അതായത് മുതലകൾ. അടുത്തത് a baby of dash, a baby of dash എന്താണ്? swans, അതായത് ഹംസങ്ങൾ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കൊക്കൊക്കെ പോലെ ഹംസം, ഹംസം പണ്ടത്തെ ഈ എന്താ പറയുക കഥകളിലൊക്കെ കേൾക്കും, ഹംസം ദൂത് പോകുന്ന ഹംസങ്ങൾ എന്നൊക്കെ പറഞ്ഞില്ല, വെള്ളത്തിൽ പിക്ചർ കാണിക്കുന്നുണ്ട്, ഹംസങ്ങൾ. അതാണ് എന്ത്? swans എന്ന് പറയുന്നത്, swans. a baby of swans, ഹംസങ്ങൾ. SWANS, swans. ഒന്നുകൂടെ പറയാം. ആദ്യം ഇത് പറഞ്ഞത് 16ാമത്തത് അല്ലേ, a knot of toads, TOADS. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് bale of turtles, കടലാമകൾ, TURTLES. അടുത്തത് a leap of leopards, അതായത് പുള്ളിപ്പുലികൾ അല്ലേ, LEOPARDS. അടുത്തത് a float of crocodiles, CROCODILES. Then a baby of swans, SWANS, swans. Okay.
അപ്പം ഇന്ന് നമുക്ക് ആ 10 പഠിക്കാം കേട്ടോ. അങ്ങനെ ഇനി അടുത്തത് ഒരു 10 കൂടെ ആവാൻ തരും. അപ്പൊ 10 വെച്ച് പഠിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പാടാ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത 10 പഠിച്ചല്ലേ. ആദ്യത്തെ ക്ലാസ് നമ്മൾ ആദ്യത്തെ 10 പഠിച്ചു. അപ്പൊ നമ്മൾ അടുത്ത 10 അങ്ങനെ 20 നമ്മൾ പഠിച്ചു. ഇനി 10 കൂടി ഉള്ളത് നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. ഓക്കെ. അപ്പൊ ഇതെല്ലാവരും നന്നായിട്ട് വീട്ടിൽ എഴുതി പഠിക്കണം കേട്ടോ. വാക്കുകൾ സ്പെല്ലിംഗ് ഒന്നും തെറ്റിക്കാതെ എഴുതി പഠിക്കുക, തിരിച്ചും മറിച്ചും പഠിക്കുക, ക്വസ്റ്റ്യൻ പഠിക്കണം, ആൻസർ പഠിക്കണം. ഓക്കെ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഇന്ന് പഠിപ്പിച്ച കാര്യത്തിൽ സയൻസിലും ജികെയിലും ഒക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കുക, എഴുതി പഠിക്കുക, നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ. ഓക്കെ, then thank you. Deep in the shadows, I know it's hard to put one foot in front of the other. So far. Good morning, dear students. Okay, അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പദ്യം പഠിപ്പിച്ചു. ഏതായിരുന്നു? തുമ്പപ്പൂ എന്ന് പറയുന്ന പദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ആദ്യത്തെ 8 വരി ഇല്ലേ, ആദ്യത്തെ 8 വരി നിങ്ങളോട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് വർക്ക് ആണ്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് അർത്ഥം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യാം, ഇത് നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലാസ്സിൽ റീഡ് ചെയ്യാം. ഫസ്റ്റ് നോക്കി, മാനിച്ച്. എന്താണ് മാനിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ബഹുമാനിച്ച്, മാനിച്ച്, ബഹുമാനിച്ച്. മലര്, എന്താ അർത്ഥം? മലര് പൂവ് അല്ലെ. മലര് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പൂവ്. അടുത്ത മാബലി അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത് മാബലി എന്നാ പറയാറ്. എന്താണ് മാബലി എന്ന് വെച്ചാൽ? മഹാബലിക്കാണ് എന്ന് പറയുന്നത് മാബലി എന്ന് പറയുന്നത്. മാബലി, മഹാബലി. അതൊക്കെ തങ്കച്ചാറ്. എന്താണ് തങ്കച്ചാറ്? എന്താണ് തങ്കച്ചാറ് എന്ന് വെച്ചാൽ? തങ്കത്തിന്റെ ചാറ് അല്ലെങ്കിൽ സ്വർണ്ണ. തങ്കം എന്ന് വെച്ചാൽ എന്താണ്? സ്വർണം അല്ലെ, സ്വർണത്തിന്റെ നീര് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തനു, തനു മീൻസ് എന്താണ്? തനു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തനു എന്ന് വെച്ചാൽ ശരീരം. തനു ശരീരം. ആട, ആട എന്താ? എല്ലാവർക്കും അറിയാം ആട അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആട എന്താ? വസ്ത്രം. ആട വസ്ത്രം. തനു ശരീരം. അടുത്തൊക്കെ പട്ടാട. എന്താണ്? പട്ടാട. പട്ടാട എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആട വസ്ത്രം. പട്ടാട എന്തായിരിക്കും? പട്ടുവസ്ത്രം. പട്ടാട പട്ടുവസ്ത്രം. അടുത്തൊക്കെ പാടലം. പാടലം എന്ന് വെച്ചാൽ എന്താണ്? ചുവപ്പ് നിറം. പാടലം ചുവപ്പ് നിറം. അഴക്. അഴക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ അഴക്? സൗന്ദര്യം. അഴക് സൗന്ദര്യം. അടുത്തൊക്കെ സൗരഭ്യം. സൗരഭ്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സുഗന്ധം. സൗരഭ്യം സുഗന്ധം. ഓക്കെ. അടുത്തൊക്കെ വ്രീള. വ്രീള എന്ന് വെച്ചാൽ എന്താ? വ്രീള നാണം. വ്രീള എന്ന് വെച്ചാൽ എന്താ? നാണം. അപ്പൊ അതൊരു പരിയുണ്ടല്ലോ, വ്രീള ഒതുക്കി അണഞ്ഞു കാലടി പോലെ ഇരിക്കും തുമ്പപ്പൂ. അപ്പൊ വ്രീള എന്ന് വെച്ചാൽ എന്താ? വളരെ നാണത്തോടെ അല്ലേ, നാണത്തോടെ എന്നുള്ള അർത്ഥമാണ്. അടുത്തൊക്കെ നെല്ലിപ്പൂമ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നെല്ലിപ്പൂവ്. നെല്ലിപ്പൂവ് എന്നാണ് മീനിങ് കേട്ടോ. നെല്ലിപ്പൂമ്പ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നെല്ലിപ്പൂവ്. അടുത്തൊക്കെ മൂർധാവ്. എന്താണ്? മൂർധാവ്. മൂർധാവ് എന്ന് വെച്ചാൽ എന്താണ്? ശിരസ് കേട്ടോ. മൂർധാവ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? എന്താണ്? ശിരസ്. മൂർധാവ് ശിരസ്. ഓക്കെ. അപ്പൊ ഇത്ര അർത്ഥം എന്ന് റീഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഇത്രയും 13 വാക്കുകളുണ്ട്. ഈ 13 വാക്കുകളും എഴുതുക. പിന്നീട് പര്യായ പദം എഴുതാനായിട്ടാണ് പൂവ്, വസ്ത്രം, വ്രീള. ഓക്കെ. അപ്പൊ അതിനുള്ള പര്യായ പദങ്ങൾ നമ്മൾ എന്താണ് ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പൊ അത് എന്ത് ചെയ്യാം? അത് എഴുതുക. ഓക്കെ. അത് പിരിച്ചെഴുതുകയും ചേർത്തെഴുതുകയാണ്. അപ്പൊ അത് നമ്മൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരും. ഓക്കെ. പൂവ്. പര്യായം പറഞ്ഞു. പൂവ്, കുസുമം, പുഷ്പം, മലർ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പൂവിന് പര്യായ പദം എഴുതാം കേട്ടോ. നെക്സ്റ്റ് ഓക്കെ. വസ്ത്രം. എന്താണ്? വസ്ത്രം. ആട, ചേല. ആട, ചേല അല്ലെ. ആട, ചേല എന്നൊക്കെ എന്താണ്? വസ്ത്രത്തിന് പര്യായ പദമാണ് കേട്ടോ. അപ്പൊ അത് എഴുതുക. നെക്സ്റ്റ് ഓക്കെ. വ്രീള. എന്താണ് വ്രീള? ലജ്ജ, നാണം അല്ലേ, മന്ദാക്ഷം എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ. വ്രീളയ്ക്കുള്ള പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ലജ്ജ, നാണം. ഏത് 2 വാക്കുകൾ എഴുതി പഠിക്കാൻ എളുപ്പമുള്ള 2 വാക്കുകൾ എഴുതിയാൽ മതി കേട്ടോ. എന്താണ്? ലജ്ജ, നാണം. അടുത്തേക്ക് തിരിച്ചെഴുതാനായിട്ടാണ് മാനിച്ചോരോ. ഫസ്റ്റ് വാക്ക് എന്താണ്? ടെക്സ്റ്റ് നോക്കി എല്ലാവരും. മാനിച്ചോരോ. എങ്ങനെ തിരിച്ചെഴുതാം? മാനിച്ച്, അധികം, ഓരോ അല്ലെ. മാനിച്ചോരോ. എങ്ങനെ തിരിച്ചെഴുതാം?
മാനിച്ച് മാനിച്ച് അധികം ഓരോ, മാനിച്ച് അധികം ഓരോ. അടുത്ത നോക്കിയേ, മുങ്ങിച്ചെന്നു. എന്താണ്? മുങ്ങിച്ചെന്നു. എങ്ങനെ പിടിച്ചു എഴുതാം? മുങ്ങി അധികം ചെന്നു. എന്താണ്? മുങ്ങി അധികം ചെന്നു. മുങ്ങി അധികം ചെന്നു. മുങ്ങി അധികം ചെന്നു. അടുത്ത നോക്കിയേ, വ്രീളയൊതുക്കി. എന്താണ്? വ്രീളയൊതുക്കി. എങ്ങനെ പിടിച്ചെഴുതാം? വ്രീള അധികം ഒതുക്കി. വ്രീളയൊതുക്കി. വ്രീള വ്രീള അധികം ഒതുക്കി. വ്രീള അധികം ഒതുക്കി. എന്താണ്? വ്രീളയൊതുക്കി. വ്രീളയൊതുക്കി എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? വ്രീള അധികം ഒതുക്കി. വ്രീള ഒതുക്കി. നെക്സ്റ്റ് അടുത്ത വാക്ക് എന്താണ്? വാരിയെടുത്തു. എന്താണ്? വാരിയെടുത്തു. എങ്ങനെ പിടിച്ചെഴുതാം? വാരി അധികം എടുത്തു. എങ്ങനെ എഴുതാം? വാരി അധികം എന്താണ്? എടുത്തു. യാ എന്നുള്ള വ്യഞ്ജനാക്ഷരത്തില് യാ എന്ന അക്ഷരം വരും അല്ലേ? രണ്ട് ഭാഗം വരും. അടുത്ത് വരും സ്വരാക്ഷരം വരും അല്ലേ? വാരി അധികം യാ എന്ന അക്ഷരം അടുത്ത് വരും എ എന്ന അക്ഷരം വരും അല്ലേ? വാരി അധികം എടുത്തു. വാരി അധികം എടുത്തു. ഓക്കെ, അത് ചേർത്ത് എഴുതാനായിട്ട് നോക്കിയേ, തുമ്പപ്പൂവേ. തുമ്പ അധികം പൂവേ. അങ്ങനെ ചേർത്ത് എഴുതാം, തുമ്പപ്പൂവേ അല്ലേ? അപ്പൊ എന്താവും? ഇരട്ടിക്കും അല്ലേ? തുമ്പപ്പൂവേ. ഓക്കെ, അത് നോക്കിയേ, ആമ്പലിന് അധികം ഉണ്ട്. ആമ്പലിന് അധികം ഉണ്ട്. അപ്പൊ അതെങ്ങനെ ചേർത്ത് എഴുതാം? ആമ്പലിനുണ്ട് അല്ലേ? എങ്ങനെ എഴുതാം? ആമ്പലിനുണ്ട്. ആമ്പലിനധികം പറഞ്ഞിട്ട് അടുത്ത് വരും വ്യഞ്ജനാക്ഷരം വരും അല്ലേ? നൂ എന്ന സൗണ്ട് അവിടെ വരും. ആമ്പലിനുണ്ട് അല്ലേ? അടുത്തൊക്കെ പോലെ അധികം ഇരിക്കും. അത് ചേർത്ത് എഴുതാൻ അറിയാം, പോലെ ഇരിക്കും അല്ലേ? ഈ എന്ന് പറയുന്ന സ്വരാക്ഷരം ആരുടെ അടുത്ത് വരും? യാ എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം അവിടെ വരും അല്ലേ? അപ്പൊ അങ്ങനെ വരും, പോലെ ഇരിക്കും അല്ലേ? അപ്പൊ ആ രീതിയിൽ ഹോംവർക്ക് ആയിട്ട് 3 എന്ത് ചെയ്യണം? ചേർത്ത് എഴുതാനായിട്ടുള്ളത് ചേർത്ത് എഴുതാം. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നല്ലോ, ഏതൊക്കെ അക്ഷരങ്ങളാണ് മാറുന്നത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ചേർത്ത് എഴുതും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എന്ത് ചെയ്യാം? ചേർത്ത് എഴുതി നോക്കാട്ടോ. ഹോംവർക്ക് ആയിട്ട് 3 ചെയ്യാം. അടുത്തൊക്കെ പാഠപുസ്തകത്തിലെ പോലെ പൂരിപ്പിക്കുക. ഡാഷ് തനുമിന്നും പടി. എന്താണ്? ഡാഷ് തനുമിന്നും പടി. തങ്കച്ചാറിൽ തനുമിന്നും പടി. അടുത്തൊക്കെ ഡാഷ് പാടത്തുള്ളൊരു ഡാഷ്. എന്താണ്? പാടത്തുള്ളൊരു ചിറ്റാട. പാടത്തുള്ളൊരു ചിറ്റാട. അടുത്ത 3 കരൾ കവിയുന്നൊരു ഡാഷ്. എന്താണ്? കരൾ കവിയുന്നൊരു നിറമോ മണമോ അല്ലേ? കരൾ കവിയുന്നൊരു നിറമോ മണമോ. അടുത്തൊക്കെ 4 ഡാഷ് വാരിയെടുത്തതാ. എന്താണ്? എന്താ പറയുന്നത്? പാവം തുമ്പയെ വാരിയെടുത്തതാ. ദേവൻ വച്ചു മൂർധാവിലല്ലേ? പാവതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പാവം തുമ്പയെ വാരിയെടുത്തതാ. അടുത്തൊക്കെ പുളകം കൊള്ളുക ഡാഷ്. എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? പുളകം കൊള്ളുക തുമ്പപ്പൂവേ. അപ്പൊ അവിടെ എഴുതുക തുമ്പപ്പൂവേ എന്നുള്ളത് എഴുതുക. ഓക്കെ, അപ്പൊ 5ാമത്തതും 4ാമത്തതും ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ചേരുമ്പടി ചേർക്കാനായിട്ടുള്ളത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ടെക്സ്റ്റ് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ അത് 6ാമത്തതും 4ഉം 5ഉം 6ഉം എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. എന്ത് ചെയ്യാം? നോട്ട്ബുക്കിലോട്ടും കൂടെ എന്ത് ചെയ്യണം? എഴുതണം കേട്ടോ. നോട്ട്ബുക്കിലൂടെ അത് എഴുതണം. അടുത്തേക്ക് ഉത്തരം എഴുതാനായിട്ടാണ്. മലരുകൾ ആരെ എതിരേൽക്കാനാണ് ചെന്നത്? മലരുകൾ ആരെ എതിരേൽക്കാനായിട്ടാണ് ചെന്നത്? ഈ പൂക്കള് ആരെ എതിരേൽക്കാനാണ്? മഹാബലി ദേവനെയോ? മഹാബലി ദേവനെ എതിരേൽക്കാനാണ് മലരുകൾ ചെന്നത്. അപ്പൊ എങ്ങനെ പറയാം?
മഹാബലി ദേവനെ എതിരേൽക്കാനാണ് മലരുകൾ ചെന്നത്. അതൊക്കെ തങ്കച്ചാറിൽ ശരീരം മിന്നും പോലെ മുക്കുറ്റി എങ്ങനെയാണ് ചെന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മുക്കുറ്റി എങ്ങനെയാണ് ചെന്നത്? എങ്ങനെയാണ് ചെന്നത്? തങ്കച്ചാറിൽ ശരീരം മിന്നുന്നത് പോലെ ഒരുങ്ങിയാണ് ആര് പോയത്? നമ്മുടെ മുക്കുറ്റി പോയത്. അടുത്തൊക്കെ പാടത്തുള്ളൊരു ചിറ്റാട എങ്ങനെയാണ് ചെന്നത്? പാടത്തുള്ളൊരു ചിറ്റാട പദ്യം വായിക്കാൻ നമുക്കറിയാലേ. ചുവന്ന നിറമുള്ള പട്ടുവസ്ത്രം ചുറ്റിയാണ് ചിറ്റാട ചെന്നല്ലേ. പാടത്തുള്ള ചിറ്റാട എങ്ങനെ ചെന്നത്? ചുവന്ന നിറത്തിലുള്ള അല്ലെ, ചുവന്ന നിറത്തിലുള്ള എന്താണ് പട്ടുവസ്ത്രം ചുറ്റിയാണ്. പാടളമാം ചിറ്റാടയുടുത്തി പാടത്തുള്ളൊരു ചിറ്റാട അല്ലെ. പാടളം തന്നെ എന്താണ്? ചുവപ്പ് നിറത്തിലുള്ള പട്ടുവസ്ത്രം ഉടുത്താണ് ആര് പോയത്? നമ്മുടെ ചിറ്റാട മഹാബലി ദേവനെ എതിരേൽക്കാനായിട്ട് പോയത്. അടുത്തൊക്കെ വ്രീലയൊതുക്കി അണഞ്ഞത് ആര്? എന്താണ് വ്രീലയൊതുക്കി അണഞ്ഞത്? നാണത്തോടെ വന്ന് മഹാബലി ദേവന്റെ അടുത്തേക്ക് വന്നത് ആരാണ്? തുമ്പപ്പൂവ് അല്ലെ. അപ്പൊ അങ്ങനെ പറയാം, വ്രീലയൊതുക്കി അണഞ്ഞത് ആരാണ്? തുമ്പപ്പൂവാണ് അല്ലെ. തുമ്പപ്പൂവാണ് വ്രീലയൊതുക്കി വന്നത് അല്ലെ. വ്രീലയൊതുക്കിയത് അണഞ്ഞത് ആരാണ്? തുമ്പപ്പൂവ്. അടുത്തൊക്കെ അഞ്ചാമത്തെ ദിവസത്തേക്ക് തുമ്പപ്പൂ ഏതുപോലെ ഇരിക്കും എന്നാണ് കവി പറയുന്നത്? കാലടി പോലെ ഇരിക്കും തുമ്പപ്പൂ. തുമ്പപ്പൂ എങ്ങനെയായിരിക്കുന്നത്? കാലടിയിലെ നമ്മുടെ കാതൽ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇരിക്കുന്നത് തുമ്പപ്പൂവ് ഇരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ദേവൻ മുക്കൂറ്റിയെയും ചിറ്റാടപ്പൂവിനെയും ആമ്പലിനെയും നെല്ലിപ്പൂവിനെയും എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. അവിടെ 6, 7 ഇല്ല, 6 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അവിടെ നെല്ലിപ്പൂവിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? പ്രത്യേക ക്വസ്റ്റ്യൻ അല്ല, എന്ത് ചെയ്യാം, ഇതൊറ്റ ക്വസ്റ്റ്യൻ ആണ്. ദേവൻ മുക്കൂറ്റിയെയും ചിറ്റാടപ്പൂവിനെയും ആമ്പലിനെയും നെല്ലിപ്പൂവിനെയും എങ്ങനെയാണ് സ്വീകരിച്ചെന്നുള്ളത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അവിടെ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കിയേ. മുക്കുറ്റിപ്പൂവിനെ കനിവോടൊന്ന് കടാക്ഷിച്ചു, ചിറ്റാടപ്പൂവിന്റെ കുതുകാൽ തടവി കൂടുതലായി ഒന്ന് തുടിപ്പിച്ചു അല്ലെ. ആമ്പലിനേകി പുഞ്ചിരി നെല്ലിപ്പൂവിനെ ഒന്ന് ചുംബിച്ചു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ദേവൻ മുക്കൂറ്റിയെയും ചിറ്റാടപ്പൂവിനെയും ആമ്പലിനെയും നെല്ലിപ്പൂവിനെയും സ്വീകരിച്ചു. എങ്ങനെയാണൊക്കെ? മുക്കൂറ്റിപ്പൂവിനെ എന്ത് ചെയ്തു? കനിവോടൊന്ന് കടാക്ഷിച്ചു. ചിറ്റാടപ്പൂവിനെ എന്ത്? കുതുകാൽ തടവി കൂടുതലായി ഒന്ന് തുടിപ്പിച്ചു. പിന്നെയോ ആമ്പലിന് എന്തേകി? ആമ്പലിനൊരു പുഞ്ചിരി ഏകി. പിന്നെയോ നെല്ലിപ്പൂവിനെ ഒന്ന് ചുംബിച്ചു. അപ്പൊ അത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവിടെ 7 ക്വസ്റ്റ്യൻ അവിടെ ഇല്ല കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 7 കൊടുത്തേക്ക് കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തുമ്പപ്പൂവിനെ ദേവൻ എന്താണ് ചെയ്തത്? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? തുമ്പപ്പൂവിനെ ദേവൻ എന്താ ചെയ്തത്? പാവം തുമ്പേ വാരിയെടുത്തത് ദേവൻ വച്ചു മൂർധാവിൽ അല്ലെ. അപ്പൊ എങ്ങനെ പറയാം? പാവം തുമ്പേ വാരിയെടുത്തു മഹാബലി ദേവൻ എന്ത് ചെയ്തു? തന്റെ മൂർധാവിൽ വച്ചു. പാവം തുമ്പപ്പൂവിനെ വാരിയെടുത്തു മൂർധാവിൽ വെച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? തുമ്പപ്പൂവിനെ ദേവൻ എന്താണ് ചെയ്തത്? പാവം തുമ്പപ്പൂവിനെ വാരിയെടുത്ത് മൂർധാവിൽ വെച്ചു. അപ്പൊ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 7 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ക്വസ്റ്റ്യൻ ആൻസർ അത്രേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് വർക്കുകളും നന്നായിട്ട് ചെയ്യുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്ബുക്കിലോട്ട് എഴുതിയെടുക്കുക. നെക്സ്റ്റ് വീഡിയോയുടെ കൂടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ അയക്കും കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.